ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിൻ്റെ ഭാഗമായി ഒരു അനക്ഡോട്ട് പഠിക്കുകയുണ്ടായി അല്ലേ? യേഴ്സ് ഫസ്റ്റ് സ്പീച്ച്. അവിടെ നമ്മൾ കണ്ടു എബ്രഹാം ലിങ്കൺ വളരെ നന്നായി പ്രസംഗിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അന്ന് ആ വേദിയിൽ അവന് പ്രസംഗിക്കുവാൻ പ്രേരണ നൽകിയത് സുഹൃത്തായ ഡെനിസ് ഹാങ്സ് ആയിരുന്നു. നമ്മൾ മടിച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രോത്സാഹനവും പ്രേരണയും ആവശ്യമായി വരാറുണ്ട്. ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് പലപ്പോഴും അവൻ്റെ കുടുംബമായിരിക്കും, അവൻ്റെ പേരൻസ് ആയിരിക്കും ഇത്തരം പ്രോത്സാഹനമായി തീരുക. കുടുംബത്തിനുള്ളിലാണ് പലപ്പോഴും നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ് ആദ്യം പ്രോത്സാഹനം കിട്ടുക. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്നും ഫാദർ ആൻഡ് മദർ ഐ ലവ് യു അതാണ് ഫാമിലി എന്നും ഒക്കെ പറയാറുണ്ടല്ലോ. പേരൻസ് ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ ചിൽഡ്രൻ എന്ന ആശയത്തെ ബേസ് ചെയ്ത ഷോർട്ട് സ്റ്റോറി നമുക്ക് പഠിക്കുവാനുണ്ട്. ഹിസ് നെയിം ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇസ് റിട്ടൺ ബൈ ഫേമസ് ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ലിയാം ഓഫ് ഫ്ലറ്റി. ടാപ്പിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ലിയാം ഓഫ് ഫ്ലറ്റിയെ ഒന്ന് പരിചയപ്പെടാം. ലിയാം ഓഫ് ഫ്ലറ്റി വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇൻ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 20th century. ഒരു നോവലിസ്റ്റ് ആകുന്നതിന് മുൻപ് ഹി വാസ് എ സോൾജർ ഇൻ ദി ഐറിഷ് ഗേൾസ്. പിന്നെ തുടർന്ന് ഡബ്ലിൻ യുദ്ധം നടക്കുന്നു. അദ്ദേഹം ഐറിഷ് വിടുന്നു, ലണ്ടനിലേക്ക് താമസം ആരംഭിക്കുന്നു. There in 1923 he published his first short story named The Sniper. Then came his first novel Thy Neighbor's Wife. Yet his best-selling novel was The Informer that published in the year 1925. 1927 ശേഷം ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ തയ്യാറാക്കുകയുണ്ടായി. In 1927 he published his first book for children, The Fair Goose and Two Other Stories, and 1932 The Wild Zone and Other Stories. His works are noted for their psychological insight into the problems and the way of overcoming them. ഇതിൻ്റെ കൃതികളുടെ പൊതുവായൊരു പ്രത്യേകത എന്ന് പറയുന്ന പ്രശ്നങ്ങളെ ഒരു മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയോടെ കാണുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. The story in your book, His First Flight, is one of his best stories for children. It carries all the qualities of a Liam Flatty work. The story is about a little seagull who was afraid to fly. ഈ കഥ എന്ന് പറയുന്നത് അബൌട്ട് എ ലിറ്റിൽ സീഗൾ, ഒരു സീഗൾ കുഞ്ഞിൻ്റെ കഥയാണ്. സീഗൾ എന്ന് വെച്ചാൽ കടൽക്കാക്ക കുഞ്ഞിൻ്റെ കഥയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഹു വാസ് എഫ്രൈഡ് ടു ഫ്ലൈ, പറക്കുവാൻ ഭയമുണ്ടായിരുന്ന. അങ്ങനെ പറക്കുവാൻ ഭയമുണ്ടായിരുന്ന ഒരു കടൽക്കാക്ക കുഞ്ഞിൻ്റെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. The psychological approach of parents to train their children to face the problems in life is revealed through this simple story. The psychological approach of parents, മനഃശാസ്ത്രപരമായ സമീപന രീതി. ആരുടെ? മാതാപിതാക്കളുടെ, പാരൻസിൻ്റെ മനഃശാസ്ത്രപരമായ സമീപന രീതിയാണ് ഈസ് റിവീൽഡ് ത്രൂ ദി സിമ്പിൾ സ്റ്റോറി. ഈ സിമ്പിൾ സ്റ്റോറിയിൽ റിവീൽ ചെയ്യപ്പെടുക, റിവീൽ എന്ന് വെച്ചാൽ വെളിപ്പെടുക എന്നാണ്. ഈ ലളിതമായ കഥയിലൂടെ വെളിപ്പെടുന്നത് ദി സൈക്കോളജിക്കൽ അപ്രോച്ച് ഓഫ് പാരൻസ് ആണ്. രക്ഷാകർത്താക്കളുടെ മനഃശാസ്ത്രപരമായ സമീപന രീതിയാണ്. എന്തിനു വേണ്ടിയുള്ള? ടു ട്രെയിൻ ദെയർ ചിൽഡ്രൻ ടു ഫേസ് ദി പ്രോബ്ലംസ് ഇൻ ലൈഫ്. ലൈഫിലെ പ്രോബ്ലംസിനെ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ, അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ടു ട്രെയിൻ ദെയർ ചിൽഡ്രൻ, കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പാരൻസ് നടത്തുന്ന സൈക്കോളജിക്കൽ അപ്രോച്ചാണ് റിവീൽഡ് ത്രൂ ദി സിമ്പിൾ സ്റ്റോറി. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി മാതാപിതാക്കൾ നടത്തുന്ന സൈക്കോളജിക്കൽ അപ്രോച്ച്, മനഃശാസ്ത്രപരമായ സമീപന രീതിയാണ് ഈ ലളിതമായ കഥയിലൂടെ വെളിപ്പെടുന്നത്. ഇനി പറയുന്ന കാര്യം കുറച്ചുകൂടി ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയെടുക്കണം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് as well as the need to remain involved in family life. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. Dear students, ഈ രണ്ട് സെൻറ്റൻസുമാണ് ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ആദ്യം ഇതിലുള്ള കുറച്ച് പുതിയ വേർഡ്സ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം. ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ചേർത്ത് പറഞ്ഞാൽ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനാശ്രയത്വത്തിൻ്റെയും, ആരെയും ആശ്രയിക്കാതിരിക്കുന്നതിൻ്റെയും പ്രാധാന്യം. ആസ് വെൽ ആസ്, ഒപ്പം തന്നെ
as well as means ഒപ്പം തന്നെ. ഏതിനൊപ്പം തന്നെ? They needed to remain involved in family life. They needed to remain. They needed to ആവശ്യം. എന്തിൻ്റെ ആവശ്യം? Remain involved in family life. ഫാമിലി ലൈഫിൽ ഇൻവോൾവ് ആയിരിക്കേണ്ടതിൻ്റെ, ഫാമിലി ലൈഫിൽ കുടുംബജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ കുടുംബജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് ആസ് വെൽ ആസ് ഒപ്പം തന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, അനാശ്രയത്വത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബന്ധപ്പെടുത്തുന്നത് കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തിനൊപ്പം തന്നെ ആത്മവിശ്വാസത്തിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കൂടിയാണ്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലായെന്ന് തോന്നുന്നു. ദ സെക്കൻഡ് സെൻറ്റൻസിൽ വരുന്ന രണ്ട് പുതിയ വേർഡ്സ് അല്ലെങ്കിൽ അല്പം അപരിചിതമായ വേർഡ്സ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ് എന്നതാണ്. സെൽഫ് എസ്റ്റീം മീൻസ് ആത്മാഭിമാനം, സെൽഫ് റിലയൻസ് മീൻസ് സ്വാശ്രയത്വം. ടെക്സ്റ്റിൽ പറയുന്നത് ത്രൂ ദി സ്റ്റോറി ഓഫ് ദി ബേർഡ്സ്, ഈ പക്ഷികളുടെ കഥയിലൂടെ ദ റൈറ്റർ ഇൻഫോംസ്, റൈറ്റർ അറിയിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്, ആത്മാഭിമാനത്തിൻ്റെയും സ്വാശ്രയത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കൂടിയാണ്. അപ്പോൾ ഈ കഥയിലൂടെ റൈറ്റർ നമ്മളെ അറിയിക്കുന്നത് ആത്മാഭിമാനത്തിൻ്റെയും സ്വാശ്രയത്വത്തിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടിയാണ്. ഈ രണ്ട് സെൻറ്റൻസുകളും കാര്യമായി ഓർമ്മിച്ച് വയ്ക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ദി മെസ്സേജ് ഓഫ് ദിസ് സ്റ്റോറി. സോ വി ക്യാൻ ഗോ ടു ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് യുവർ സ്റ്റോറി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. His first flight, Liam of Flight. The young seagull was alone on his lights. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. Now let us understand the meaning of the paragraph. As I said earlier, it's the story of a young seagull, a very little seagull. When the story begins, you can see our young seagull was alone on his ledge. He was single on his ledge. There was no one with him on that ledge. Do you know the meaning of the word ledge? Ledge is the projecting part from a rock or projecting part from a wall. Now you can imagine a huge rock, a steep rock in the middle of the sea, and there was a projecting part on that rock, and that's called a ledge. And on that ledge, our young seagull, our little seagull, he was alone. He's alone. What happened to his brothers and sister? Yes, he had two brothers and one sister, but his brothers and sister had already flown away the previous day. The previous day, his two brothers and one sister flew away, had flown away. Flown is the third form of the word fly. Fly, flew, and flown. So the previous day, the day before, his two brothers and his sister, his younger sister, had flown away. Then why he didn't fly with them? Yes, he had been afraid to fly with them. He had some fear to fly with them. He had not courage to fly with them. Didn't he try to fly with them? Yes, he tried. He had taken a little run forward to the brink of the ledge. He had taken a little run. He ran to the brink of the ledge, ran forward to the brink of the ledge. Forward means onward, to the front side, to the brink of the ledge, to the margin of the ledge, to the extreme side of the ledge. He ran to the extreme side of the ledge and attempted to flap his wings. Means he tried to flap, he tried to flutter, he tried to spread his wings, but he became afraid. What made him afraid? The great expanse of sea, that great expanse of sea, that large area of the sea, the stretch of sea, stretched down beneath. When he ran to the brink of the ledge and flapped his wings, he saw a great expanse of sea, a great region, a large region of a large area of sea below him, beneath him. That great expanse of sea
made him afraid. He saw the sea, the great expanse of sea, such a long way down, miles down from his lights. He could see the large expanse of sea. That sight of that sea made him afraid. So he felt certain that means he felt sure that he was sure that his wings would never support him. He believed that his wings would never support him over that great expanse of sea. His wings would never support him over that great stretch of great area of sea. So he became afraid and he bent his head. He bent his head means he down his head. He bowed his head and ran away back to the little hole under the ledge where he slept at night. നമുക്കത് കുറച്ചുകൂടി ലളിതമായി സൂക്ഷ്മമായി മനസ്സിലാക്കാൻ നോക്കാം. ദി യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. കുഞ്ഞു സീഗൾ തൻ്റെ ലെഡ്ജിൽ നിന്ന് ഒറ്റയ്ക്കായിരുന്നു. ലെഡ്ജ് എന്ന വാക്കിൻ്റെ മീനിങ് പ്രൊജക്റ്റ് പാർട്ട് ഫ്രം എ വോൾ ഓർ എ റോക്ക് എന്നാണ്. ഒരു പാറയിൽ നിന്നോ ഭിത്തിയിൽ നിന്നോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തെ തിട്ട അല്ലെങ്കിൽ തിടമ്പ്, അതിനെയാണ് നമ്മളെന്ത് പറയുക, ലെഡ്ജ് എന്ന് പറയുക. ഇവിടെ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഒരു ലെഡ്ജ് കാണാം. പക്ഷേ അത് ലെഡ്ജ് തന്നെയാണ്. പക്ഷേ ഒരു പ്രോബ്ലം, നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ലെഡ്ജ് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ആ റോക്കിൻ്റെ സ്റ്റീപ്പ് റോക്കിൻ്റെ ഭാഗം വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും യങ് സീഗൾ ഹി വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. തൻ്റെ തിട്ടയിൽ നമ്മുടെ യങ് സീഗൾ ഒറ്റയ്ക്കായിരുന്നു. വൈ ഹി വാസ് എലോൺ എന്ന് ചോദിച്ചാൽ ഹിസ് 2 brothers and his sister had already flown away the day before, തലേ ദിവസം തന്നെ. അത് നമ്മുടെ കഥ നടക്കുമ്പോൾ നമ്മുടെ യങ് സീഗൾ ഒറ്റയ്ക്ക് കാണുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഹിസ് 2 brothers, അവൻ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ഹഡ് ഫ്ലോൺ എവേ, പറന്ന് പോയി കഴിഞ്ഞിരുന്നു. ഫ്ലോൺ എന്ന് പറയുന്നത് ഫ്ലോയുടെ ഫോം അല്ല. ഫ്ലോയുടെ ഫോം ഫ്ലോയിഡ് എന്നാണ്. ഫ്ലൈയുടെ ഫോമാണ് ഫ്ലൈ, ഫ്ലീ, ഫ്ലോൺ എന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഹി ഹാഡ് ബീൻ എഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. തലേ ദിവസം തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും പറന്നു പോയെങ്കിലും അപ്പോൾ ഹി ഹാഡ് ബീൻ എഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം, അവൻ അവർക്കൊപ്പം പറന്നു പോകാൻ ഹാഡ് ബീൻ എഫ്രൈഡ്, ഭയമുള്ളവനായിരുന്നു. എഫ്രൈഡ് എന്ന വാക്ക് ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്, മീൻസ് ഹാവിങ് ദ ഫിയർ, ഭയമുള്ള എന്നാണ്. ഭയം അല്ലെങ്കിൽ ഭയപ്പെടുക എന്നതിന് വാക്ക് ഫിയർ എന്നാണ്. അതായത് ഭയന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹി എഫ്രൈഡ് എന്ന് പറയരുത്. കാര്യം എഫ്രൈഡ് ഒരു വേർബല്ല. ഭയന്നു എന്ന് പറയാൻ വേണ്ടി ഹി ഫിയേഡ് എന്ന് പറയണം. അവൻ ഭയമുള്ളവനാണെങ്കിൽ ഹി വാസ് എഫ്രൈഡ് എന്ന് വേണം പറയാൻ. എഫ്രൈഡും ഫിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സംഹൗ എങ്ങനെയോ വെൻ ഹി ഹാഡ് ടേക്കൺ ലിറ്റിൽ റൺ, അപ്പോൾ ഭയമുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ഹി ഹാഡ് ടേക്കൺ ലിറ്റിൽ റൺ, ഒരു ചെറിയൊരു ഓട്ടം നടത്തുകയുണ്ട്. ഒന്ന് ഫോർവേഡ്, മുന്നോട്ടൊന്ന് ഓടി ടു ദ ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ തിട്ടയുടെ ബ്രിങ്ക് വരെ ഒന്ന് പോയി. ആൻഡ് അറ്റംപ്റ്റ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, തൻ്റെ ചിറകൊന്ന് വിടർത്താൻ ശ്രമിച്ചു. ഹി ബിക്കെയിം അഫ്രൈഡ്, അവൻ ഭയമുള്ളവനായി തീർന്നു. ചിറക് വിടർത്തിയപ്പോൾ വീണ്ടും ഭയന്നു പോയി. കാരണം ദി ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്, തൊട്ട് താഴെ ചുവട്ടിലായിട്ട് ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ കടലിൻ്റെ വിശാലത സ്ട്രെച്ച് ഡൗൺ ചെയ്തിരിക്കുന്ന, പരന്ന് കിടക്കുന്ന കടലിൻ്റെ വിശാലത കണ്ടു. ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, അത് ഒരുപാട് താഴെയാണ്, മൈൽസ് ഡൗൺ. അവൻ നിൽക്കുന്ന ലെഡ്ജിൽ നിന്ന് ഒരുപാട് താഴെയായിട്ട്, മൈലുകളോളം താഴെയായിട്ട് വിശാലമായി കിടക്കുന്ന കടലിൻ്റെ കാഴ്ച, അതാണ് അവനെ ഭയപ്പെടുത്തിയത്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ ആൻഡ് ഹി ഫെൽറ്റ് സർട്ടൻ, അവൻ ഒരു കാര്യം ഉറപ്പായി, ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ കുഞ്ഞു പക്ഷിയാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ചിറക് അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവൻ വിശ്വസിച്ചു. ഹി വാസ് സർട്ടൻ, അവൻ ഉറപ്പായിരുന്നു, തീർച്ചയായും. സോ ഹി ബൻ ഹിസ് ഹെഡ്, അതുകൊണ്ട് അവൻ ശിരസ് കുനിച്ചു. ലജ്ജ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വിഷമം കൊണ്ടായിരിക്കണം. ഹി ബൻ ഹിസ് ഹെഡ്, അവൻ തല കുനിച്ചു. അവൻ്റെ റാൻ അവേ ബാക്ക്, എന്നിട്ട് പിന്തിരിഞ്ഞോടി. എവിടേക്ക്? ടു ദി ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ അടിയിലുള്ള ആ ചെറിയ ഹോളിലേക്ക്. വയർ ഹീ സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, അവൻ രാത്രി മുഴുവൻ കിടന്നുറങ്ങി. അത് അവിടെയായിരുന്നു. അപ്പോൾ തലേ ദിവസം തൻ്റെ ബ്രദേഴ്സ് സിസ്റ്ററും പറന്നു പോയപ്പോൾ അവൻ ചിറകടിച്ച് ഒപ്പം പോകാൻ നോക്കി, പക്ഷെ ശ്രമിച്ചിട്ട് നടന്നില്ല. അവൻ ലജ്ജ കൊണ്ട് പിറകോട്ടോടി ആ ഹോളിൽ പോയിരുന്നു. അവിടെയാണ് ഹീ സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, അവൻ രാത്രി കിടന്നുറങ്ങിയത്. അപ്പോൾ അവൻ രാത്രി കിടന്നുറങ്ങി. അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത്. ദി യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അപ്പോൾ ബ്രദേഴ്സ് പറന്നു പോയതും അവൻ ശ്രമിച്ചത് നമുക്ക് ഇന്നലെയാണ്. ടുഡേ ഹീസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്, ഇന്ന് അവൻ അവൻ്റെ ലെഡ്ജിൽ ഒറ്റയ്ക്കിരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ടു ദി സെക്കൻഡ് പാരഗ്രാഫ്. ഈവൻ വെൻ
Each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away. He failed to muster up courage to take that plunge, which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. Now we can go to the meaning and explanations. First sentence is very lengthy. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away, he failed to muster courage to take that plunge, which appeared to him so desperate. It's lengthy, right? നമുക്ക് പക്ഷേ ഇതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിൽ 2-3 ന്യൂ വേർഡ്സ് ആണുള്ളത് നിങ്ങളെ സംബന്ധിച്ച്. ഫസ്റ്റ് വൺ മാസ്റ്ററപ്പ്. മാസ്റ്ററപ്പ് മീൻസ് കളക്ട്, സമാഹരിക്കുക എന്നാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാസ്റ്ററപ്പ് കറേജ് എന്നാണ്, മീൻസ് ധൈര്യം സമാഹരിക്കുക. പക്ഷേ സെൻറ്റൻസ് ഫുള്ളി പറഞ്ഞാൽ ഹി ഫെയിൽഡ് ടു മാസ്റ്ററപ്പ് കറേജ് എന്നാണ്. ഇവിടെ ഫെയിൽഡ് മീൻസ് കുഡ് നോട്ട്. സോ ഹി ഫെയിൽഡ് ടു മാസ്റ്ററപ്പ് കറേജ് മീൻസ് ഹി കുഡ് നോട്ട് കളക്ട് കറേജ്. അവന് ധൈര്യം സമാഹരിക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് വേർഡ് പ്ലാഞ്ച്. ദ വേർഡ് പ്ലാഞ്ച് മീൻസ് ടു ജംപ് ഓർ ഡൈവ് എന്നാണ്, കുതിക്കുക, ചാടുക എന്നാണ്. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് മീൻസ് അങ്ങനെ ചാടുവാൻ അല്ലെങ്കിൽ കുതിക്കുവാൻ എന്നാണ്. ടെക്സ്റ്റിൽ അതിൻ്റെ ഫുള്ളായി പറഞ്ഞിരിക്കുന്നത് യെസ് ഹി ഫെയിൽഡ് ടു മസ്റ്റ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്. നമ്മൾ നേരത്തെ കണ്ടു ഹി ഫെയിൽഡ് ടു മസ്റ്റ് കറേജ് മീൻസ് അവന് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. ഫോർ വാട്ട്? ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്, ആ അന്ന് ഡൈവ് ചെയ്യുവാൻ, അപ്പോൾ കുതിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുവാൻ സമാഹരിക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്നാണ് ആ സെക്കൻഡ് വേർഡിൻ്റെ മീനിങ്. നെക്സ്റ്റ് വേർഡ് അപ്പിയർഡ് ടു. അപ്പിയർഡ് ടു മീൻസ് സെയിംഡ് ടു ഓർ ഫെൽറ്റ് എന്നാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് അപ്പിയർ ടു ഹിം മീൻസ് വിച്ച് സീംഡ് ഹിം, അതവന് തോന്നി. എന്ത് തോന്നി? ടെക്സ്റ്റിൽ പറഞ്ഞ നെക്സ്റ്റ് വേർഡ് ഡെസ്പറേറ്റ് എന്നാണ്. ദ വേർഡ് ഡെസ്പറേറ്റ് മീനിങ് ഹോപ്പ്ലെസ് എന്നാണ്. സോ ഡെസ്പറേറ്റ് മീൻസ് വെരി ഹോപ്പ്ലെസ്, തികച്ചും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത്. വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ് മീൻസ് അവന് തീർത്തും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതായി തോന്നി എന്നാണ്. നമുക്ക് ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഒരുമിച്ച് നോക്കാം. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ. ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് എന്ന് വെച്ചാൽ അവൻ്റെ ബ്രദേഴ്സിൽ ഓരോരുത്തരും, ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ അവൻ്റെ ഇളയ സഹോദരി, കുഞ്ഞു സഹോദരി. അവൻ്റെ സഹോദരി യങ്ങർ ദാൻ ഹിം, അവനേക്കാൾ ഏറെ പ്രായം കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സിസ്റ്ററിനെ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹൂസ് വിങ്സ് വെയർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവളുടെ ചിറകുകൾ, ഹർ വിങ്സ് വെയർ ഫാർ ഷോർട്ടർ ദാൻ, മോർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവൻ്റെ ചിറകുകളേക്കാൾ, അവൻ്റെ ചിറകിനേക്കാൾ ഫാർ ഷോർട്ടർ, ഏറെ ചെറുതാണ് അവളുടെ ചിറകുകൾ. എന്നിരുന്നിട്ടും ഇവിടെ നമുക്കറിയാം ഷോർട്ട് എന്ന വേർഡിൻ്റെ കമ്പാറ്റീവ് ഫോമാണ് ഷോർട്ടർ. ഷോർട്ട് ചെറുത്, ഷോർട്ടർ ഏറെ ചെറുത്. അതിൻ്റെ കൂടെ സാധാരണ ഫാർ ഷോർട്ടർ എന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് തീരെ ചെറുത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി നോക്കാം. ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വെയർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവൻ്റേതിനേക്കാൾ ഏറെ ചെറിയ ചിറകുകളുള്ള ആ സഹോദരിയും അവൻ്റെ ഓരോ ബ്രദേഴ്സും റാൻ ടു ദി ബ്രിങ്ക്, ആ ബ്രിങ്കിലേക്ക് ഓടി. യു നോ ദ ബ്രിങ്ക്, ദ മാർജിൻ, സൈഡ്. റാൻ ടു ദി ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്, റാൻ ടു ദി സൈഡ് ഓഫ് ദി ലെഡ്ജ്, ലെഡ്ജിൻ്റെ വക്കിലേക്ക് ഓടി. ഫ്ലാപ്ഡ് ദിയർ വിങ്സ്, ദേ വേവ്ഡ് ദിയർ വിങ്സ്, അവരുടെ ചിറകുകൾ വീശി. ആൻഡ് ഫ്ലൂ എവേ, അവർ പറന്നകന്നു. അപ്പോൾ പോലും, അപ്പോൾ പോലും എന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് തുടക്കത്തിൽ ഈവൻ വെൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ 2 ബ്രദേഴ്സും അവൻ്റെ ഇളയ സഹോദരിയും ആ ബ്രിങ്കിലേക്ക് ഓടി. ഫ്ലാപ്പ് ദർ വിങ്സ്, ചിറകുകൾ വിടർത്തി. ആൻഡ് ഫ്ലൂ എവേ, പറന്നകന്നു. ഈവൻ വെൻ, അപ്പോൾ പോലും. ഹീ ഫെയിൽഡ് ടു മസ്റ്റർ കറേജ്, അവന് ധൈര്യം സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ഫോർ വാട്ട്? ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്, ആ ഒരു ഡൈവ്, തൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എടുത്ത ആ ഒരു ഡൈവിനുള്ള ധൈര്യം സംഭരിക്കുവാൻ കഴിഞ്ഞില്ല. ആൻഡ് ഇറ്റ് ഫെയിൽഡ്, ഹി കുഡ് നോട്ട് മസ്റ്റർ ദി കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്. അവന് തോന്നി ഇറ്റ് വാസ് ഹോപ്പ്ലെസ്, അത് അവനൊരിക്കലും നടക്കാത്തതാണ്, യാതൊരു പ്രതീക്ഷയും വയ്ക്കേണ്ടാത്ത കാര്യമാണെന്ന് അവന് തോന്നി. സോ ഫസ്റ്റ് സെൻറ്റൻസ് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ഹിസ് 2 brothers ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ flew away. Even then, he could not collect courage to take that plunge, take that flight. He was desperate. Next sentence. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move.
His father and mother had come around. His father and mother had returned. അവൻ്റെ അച്ഛനും അമ്മയും മടങ്ങി വന്നിരുന്നു. എങ്ങനെ? കോളിംഗ് ടു ഹിം ഷ്രില്ലി. കോളിംഗ് ടു ഹിം, അവനെ വിളിച്ചുകൊണ്ട്. എങ്ങനെ? ഷ്രില്ലി. ഷ്രില്ലി മീൻസ് വിത്ത് ഹൈ പിച്ച്ഡ് വോയിസ്, വിത്ത് ഷാർപ്പ് ആൻഡ് വോയിസ്. കാത് തുളയ്ക്കുന്ന ശബ്ദത്തിൽ അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും മടങ്ങി വന്നിരുന്നു. ഹാഡ് കം അറൗണ്ട്, ഹാഡ് റിട്ടേൺഡ്. സ്കോൾഡ് ഹിം, റബ്യൂക്ഡ് ഹിം, അവനെ വഴക്ക് പറഞ്ഞിരുന്നു. പറന്നു ചെല്ലാത്തതിന് ഹിസ് ഫാദർ ആൻഡ് മദർ സ്കോൾഡ് ഹിം, അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട്. കോളിംഗ് ഹിം, അവനെ വിളിച്ചുകൊണ്ട്. ഹാഡ് കം അറൗണ്ട്, മടങ്ങി വന്നു. അവനെ വഴക്ക് പറഞ്ഞും അവനെ ക്ഷണിച്ചുകൊണ്ടും അവൻ്റെ അച്ഛനും അമ്മ മടങ്ങി വന്നിരുന്നു. എന്ന് മാത്രമല്ല, ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലൈറ്റ്സ് ആൻഡ് ദേ ഓൾസോ ത്രെറ്റൻഡ് ഹിം, അവനെ ഭീഷണിപ്പെടുത്തി. ത്രെറ്റൻഡ് വേർഡ് മീൻസ് ഫ്രൈറ്റൻഡ്, ഭയപ്പെടുത്തി എന്നാണ്. ത്രെറ്റൻ ടു ലെറ്റ് ഹിം സ്റ്റാവ്, ത്രെറ്റൻ ടു ലീവ് ഹിം സ്റ്റാവ്, അവനെ പട്ടിണിക്ക് ഇടുമെന്ന് പറഞ്ഞു. സ്റ്റാവിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, പട്ടിണിക്ക് ഇടുക അല്ലെ, സഫർ ഫ്രം ഹങ്കർ, വിശപ്പിനാൽ ബുദ്ധിമുട്ടിക്കുക എന്നർത്ഥം. സോ ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട്, കോളിംഗ് ടു ഹിം ഷ്രില്ലി, സ്കോൾഡിംഗ് ഹിം, ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലൈറ്റ്സ്. അൺലെസ് ഹി ഫ്ലീ അവേ, ഇഫ് നോട്ട് ഹി ഫ്ലീ അവേ, അവൻ പറന്നു ചെന്നില്ല എങ്കിൽ അവനെ ത്രെറ്റനിങ് ടു സ്റ്റാവ്, പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ആൻഡ് സ്കോൾഡിങ്, വഴക്ക് പറഞ്ഞുകൊണ്ട്, ആൻഡ് കോളിംഗ് ടു ഹിം ഷ്രില്ലി, അവനെ ഉറക്കെ വിളിച്ചും കൊണ്ട്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട്, അവൻ്റെ അച്ഛനും അമ്മയും മടങ്ങി വന്നിരുന്നു. സോ ദ ഫാദർ ബേർഡ് ആൻഡ് ദ മദർ ബേർഡ് യൂസ്ഡ് ഓൾ ദി ട്രിക്സ് ടു മേക്ക് ഹിം ഫ്ലൈ. വാട്ട് were the tricks they used? They calling him shrilly, scolding him, and threatening to let him starve on his lights. അവനെ ഉറക്കെ വിളിച്ചു, ശകാരിച്ചു, പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി. But the writer says, but for the life of him he could not move. But for the life of him. For the life of him means even if the life depended on. ജീവൻ പോയാലും, പക്ഷെ ജീവൻ പോയാലും he could not move, അവൻ അനങ്ങുവാൻ കഴിയുമായിരുന്നില്ല. He was so much afraid of flying, or he that much believed that his wings would not support him over the vast sea. അങ്ങനെ നമ്മൾ 2 പാരഗ്രാഫ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് റീഡ് അലൗട്ട്, ഒത്തിരി വായിക്കുക, ആൻഡ് ഫൈൻഡ് ദി ഇമേജസ് സച്ച് ആസ് വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്റോറി ഇമേജസ്. മാത്രമല്ല, നിങ്ങൾ ഇതുവരെ 2 പാരഗ്രാഫ് മനസ്സിലായി കാണും. ദി റൈറ്റർ ഹാഡ് മൈന്യൂട്ട്ലി ഒബ്സർവ്ഡ് ദി ക്യാരക്ടർ ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ. സോ സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ യങ് സീഗൾ എഫ്രൈഡ് ടു ഫ്ലൈ എന്നാണ്. യങ് സീഗൾ എന്തുകൊണ്ടാണ് പറക്കുവാൻ ഭയന്നത് എന്നാണ്. യു നോ ദ ആൻസർ, എഴുതി നോക്കുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദി പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ ഇനഫ് കറേജ് ടു ഫ്ലൈ. പറക്കുവാൻ ധൈര്യം കിട്ടാതിരുന്ന ആ യങ് ബേർഡിനെ ഹൗ ദി പാരൻസ് മോട്ടിവേറ്റഡ്, എങ്ങനെയാണ് നമ്മുടെ പാരൻസ് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള ആൻസറും 2 എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദി തീം ഓഫ് ദിസ് സ്റ്റോറി? ഈ സ്റ്റോറിയുടെ തീം എന്തായിരിക്കുമെന്ന് ഗസ് ചെയ്ത് അതും എഴുതുക. സ്റ്റോറിയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യാം. സോ നൗ ബൈ ബൈ, താങ്ക് യു.